ഹലോ നമസ്കാരം. റിയാക്റ്റും ഫയർബേസ് ഉപയോഗിച്ച് ഗൂഗിൾ ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ സെർച്ച് റിസൾട്ട് നമുക്ക് അടുത്തൊരു പേജിൽ ആ സെർച്ച് പേജിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ചധികം കൺസെപ്റ്റ് നമ്മളിതിൽ നോക്കുന്നുണ്ട്. ഓരോ കൺസെപ്റ്റും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത index.js പോയതിന് ശേഷം നമുക്കൊരു സ്റ്റേറ്റ് പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ എല്ലാ പേജിലും നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റേറ്റ് പ്രൊവൈഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ index.js പോയതിന് ശേഷം ഈ റിയാക്റ്റ് റെസ്ട്രിക്റ്റ് മോഡ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ് പ്രൊവൈഡർ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രേസസിൻ്റെ ഉള്ളിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു റെഡ്യൂസർ കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് റെഡ്യൂസർ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, റെഡ്യൂസർ എന്ന് ചേർത്തതിന് ശേഷം കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റെഡ്യൂസർ എന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ സ്റ്റേറ്റ് പ്രൊവൈഡർ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമുക്കത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നുള്ളൊരു ഫയൽ നമുക്കൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഫയൽ ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് പ്രൊവൈഡർ .js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് പ്രൊവൈഡേഴ്സ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റേറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കോഡുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് റിയാക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ക്രിയേറ്റ് കണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് ക്രിയേറ്റ് കണ്ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഇപ്പോൾ യൂസ് റെഡ്യൂസർ വേണം. അതേപോലെ തന്നെ യൂസ് കണ്ടെക്സ്റ്റ് എന്നുള്ളൊരു കോഡ് കൂടി വേണം. അപ്പോൾ ഇവിടെ വന്ന് യൂസ് കണ്ടെക്സ്റ്റ് എന്ന് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം. കണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇതിന് അടുത്ത ലൈനിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് എക്സ്പോർട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് എക്സ്പോർട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ്, അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് കണ്ടെക്സ്റ്റ്, എന്നിട്ട് ഇവിടെ വന്ന് ക്രിയേറ്റ് കണ്ടെക്സ്റ്റ്. ഈ സ്റ്റേറ്റ് കണ്ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഈ എക്സ്പോർട്ട്, അതിനുശേഷം ഇവിടെ വന്ന് കോൺസ്റ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് പ്രൊവൈഡേഴ്സ്, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ റെഡ്യൂസർ, അതേപോലെ തന്നെ ചിൽഡ്രൻ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് സ്റ്റേറ്റ് കണ്ടെക്സ്റ്റ് .പ്രൊവൈഡർ, അതിനുശേഷം നമ്മളിവിടെ വന്ന് വാല്യൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂസ് റെഡ്യൂസർ, എന്നിട്ട് റെഡ്യൂസർ ഇനീഷ്യൽ സ്റ്റേറ്റ്,
അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ ചിൽഡ്രൻ എന്ന് ചേർത്ത് കൊടുക്കുക. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്ന് മറ്റൊരു ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതിന് ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ മുകളിൽ ഓപ്പൺ ചെയ്ത ആ ബ്രാക്കറ്റ് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് അതിനുശേഷം കോൺസ്റ്റ് യൂസ് സ്റ്റേറ്റ് വാല്യൂ, അതിനുശേഷം എന്ത് ചെയ്യുക, യൂസ് കണ്ടെക്സ്റ്റ്, എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ് കണ്ടെക്സ്റ്റ് എന്നുള്ളത് കൂടി എക്സ്പോർട്ട് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ സേവ് ചെയ്യാം. ഓക്കെ, അടുത്തതായി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് റെഡ്യൂസർ എന്നുള്ളൊരു ഫയലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് സ്റ്റേറ്റ് പ്രൊവൈഡറാണ്. ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഫയൽ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് റെഡ്യൂസർ എന്നാണ്. അപ്പോൾ ഈ ആർ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെറിയ അക്ഷരത്തിൽ ചേർത്ത് കൊടുക്കാൻ നോക്കുക. reducer.js എന്ന് ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഫയലുകളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നേരിട്ടാണ് ഇവിടെ ഫയലുകൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ വന്ന് എക്സ്പോർട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് അതിനുശേഷം ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനീഷ്യൽ സ്റ്റേറ്റ്, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ടേം എന്നുള്ളത്, ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. ടേം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നള്ളാക്കി കൊടുക്കാം. അതായത് ആദ്യം നമുക്കൊന്നും ഡിസ്പ്ലേ ചെയ്ത് വരരുത് എന്നാണ് പറയുന്നത്. എന്നിട്ടൊരു കോമറ്റിന് ശേഷം നമ്മൾ മുകളിൽ ഓപ്പൺ ചെയ്തത് ഇവിടെ വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് ആക്ഷൻ ടൈപ്പ്, അതായത് നമ്മൾ അവിടെ എന്തെങ്കിലും സെർച്ച് റിസൾട്ടിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യണം, സെറ്റ്, ഇവിടെ വന്ന് സെറ്റ് എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സെർച്ച് ടൈം, അതായത് നമുക്ക് എന്ത് ചെയ്യണം, അത് സെർച്ച് ചെയ്തെടുത്ത് ഇവിടുന്ന് പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു റെഡ്യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്നിട്ടതിന് നമുക്കിവിടെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഒരു റെഡ്യൂസർ എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കുന്നത്, ഒന്ന് സ്റ്റേറ്റും അതേപോലെ തന്നെ ആക്ഷനും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സ്വിച്ച്, അതിനുശേഷം ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. കേസ് ആക്ഷൻ ടൈപ്സ് എന്നിട്ടതിന് ശേഷം നമുക്ക് സെറ്റ് സെർച്ച് ടേം എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഈ സ്റ്റേറ്റ് ടേം അല്ലെങ്കിൽ ആക്ഷനും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ആഡ് ചെയ്യണം. ഇനി ഒരു വാല്യൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ സ്റ്റേറ്റ് മാത്രമായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. നമുക്ക് ആ കൊടുത്ത വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഒരു കൺസോൾ ലോഗ് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ലോഗ് എന്നിട്ടതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളിവിടെ വന്ന് ജസ്റ്റ് ആക്ഷൻ എന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ റെഡ്യൂസർ എന്നുള്ളത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ജെഎസിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ കുറേ എററുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും അതേപോലെ റെഡ്യൂസറും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാതെ ഇൻഡെക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ index.jsൽ പോയിട്ട് ആ രണ്ട് ഫയലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് റെഡ്യൂസറാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസറും അതേപോലെ തന്നെ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റുമാണ് വേണ്ടത്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് പ്രൊവൈഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നുള്ളതൊരു കേളി ബ്രേസസിൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ വന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് സെർച്ച് എന്നുള്ള പേജിലേക്ക് എന്ത് ചെയ്യാം, ഈ യൂസ് സ്റ്റേറ്റ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെർച്ച് എന്നുള്ള പേജിലേക്ക് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ search.jsൽ പോയി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സെർച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂസിനെ ഇവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, കോൺസ്റ്റ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു
കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡിസ്പാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. അത് നമ്മൾ യൂസ് സ്റ്റേറ്റ് വാല്യൂ എന്നാണ്. അപ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് വാല്യൂ എന്നാണ് ഈ ഡിസ്പാച്ച് എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് യൂസ് സ്റ്റേറ്റ് വാല്യൂ എന്നുള്ളതിനെ നമുക്ക് സ്റ്റേറ്റ് പ്രൊവൈഡറിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് യൂസ് സ്റ്റേറ്റ് വാല്യൂ അത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് പ്രൊവൈഡറിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നുള്ളത് നമുക്ക് ഈ ഫോൾഡറിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ എറർ പോയിട്ടുണ്ടാവും. നമുക്ക് ആ പുറത്തുനിന്നാണ് ആ വാല്യൂസിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ സെർച്ചിൻ്റെ താഴെയായിട്ട് നമ്മൾ കൊടുത്ത് ഡിസ്പാച്ച് നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ആ പേജിലേക്കായിട്ട് സെൻഡ് ചെയ്യാനും നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, അതായത് ഇതിലേക്ക് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്പാച്ച് എന്നതിന് ശേഷം ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടൈപ്പ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ടൈപ്പ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ആക്ഷൻ ടൈപ്പ് എന്നെഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് സെറ്റ് സെർച്ച് ടൈം എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റെഡ്യൂസർ എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് അടുത്ത ടൈമായിട്ട് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നത് ടൈം എന്നുള്ളത് ഇൻപുട്ട് എന്നുള്ളതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ മുകളിൽ ഓപ്പൺ ചെയ്തിരുന്ന ആ ബ്രേസസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ചിട്ട് ആ സെർച്ച് ബോക്സിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കൺസോളിൽ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിലേക്ക് വന്നു. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്നുള്ളൊരു വേർഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് നേരെ ഈ സെർച്ച് എന്നുള്ള പേജിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും അഡീഷനായിട്ട് കാണിച്ചു തരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിനെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ വന്ന് ഇൻസ്പെക്റ്റിൽ പോവുക. അതിനുശേഷം കൺസോൾ എന്നുള്ള ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ അഡീഷനായിട്ട് എന്തെങ്കിലും നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഭാഗം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കൺസോൾ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈം എന്നുള്ളത് നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഭാഗവും ടൈപ്പ് എന്നുള്ളത് സെർച്ച് ടൈം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 2 വാല്യൂസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്പാച്ച് എന്നുള്ള വേരിയബിളിലേക്കായിട്ട് സെറ്റ് ചെയ്ത് ഇതൊന്നത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ സെർച്ച് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പോണൻറ്റിൽ പുതിയൊരു കമ്പോണൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോണൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പോണൻറ്റിൻ്റെ പേര് എന്നുള്ളത് സെർച്ച് പേജ് എന്ന് ചേർത്ത് കൊടുത്തു. സെർച്ച് പേജ് JS എന്ന് ചേർത്തു. ഇതിന് CSS ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം, സെർച്ച് പേജ് CSS. അങ്ങനെ 2 ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് അതിൻ്റെ JS ഫയലും അതേപോലെ അതിന് CSS ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫയലും. ഇനി ഈ സെർച്ച് പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, RFC വെച്ചിട്ട് നമുക്ക് ആ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്കെല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ CSS ഫയൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് എന്നിട്ടതിന് ശേഷം സിംഗിൾ പോയിൻ്റുള്ള സെർച്ച് പേജ് .cs എന്നുള്ളത് കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ സെർച്ച് എന്നുള്ളത് നമുക്കിവിടുന്ന് ഈ സെർച്ച് പേജ് എന്നുള്ളത് നമുക്കിവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, അതിനുശേഷം ഇതിനൊരു ക്ലാസ് നെയിം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ക്ലാസ് നെയിം എന്നുള്ളതിന് സെർച്ച് പേജ് എന്നുള്ളൊരു ക്ലാസ് നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ് നെയിം നമ്മളിവിടെ വന്ന് ജസ്റ്റ് സെർച്ച് പേജ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തേതിൻ്റെ സെർച്ച് പേജ് ഹെഡർ എന്നുള്ളൊരു ഡിവും അതേപോലെ തന്നെ അടുത്തതായി ഇതിൻ്റെ താഴെ നമുക്ക് സെർച്ച് പേജ് റിസൾട്ട് എന്നുള്ളൊരു ഡിവ് കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സെർച്ച് പേജ് റിസൾട്ട് എന്നുള്ളൊരു ഡിവ് കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 2 ഡിവാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ സെർച്ച് വാല്യൂസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ നേരെ താഴെ വരിക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്ന് ഇട്ടു.
കോൺസ്റ്റ് അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഈ രൂപത്തിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടേണ്ട വാല്യൂസുകളെല്ലാം നമുക്ക് ടേം എന്നുള്ള വേരിയബിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേം എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അതായത് നമ്മളിവിടെ ഈ ടൈപ്പ് ചെയ്യുന്ന, അതായത് ടെക്സ്റ്റ് ബോക്സിൽ ആ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടേം ആയിട്ട് കിട്ടുന്നത്. അതെന്ത് ചെയ്യും, ഡിസ്പാച്ച് എന്നുള്ള വേരിയബിളിലേക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഡിസ്പാച്ച് എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് യൂസ് സ്റ്റേറ്റ് വാല്യൂ എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എന്നിട്ടതിന് ശേഷം യൂസ് സ്റ്റേറ്റ് വാല്യൂ എന്നുള്ളത് നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് പ്രൊവൈഡേഴ്സ് നിന്ന് ആ വാല്യൂസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ അതായത് ഈ സെർച്ച് പേജ് അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ ഹെഡർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ H1 എന്നിട്ടതിന് ശേഷം ഇവിടെ വന്ന് H1 എന്നിട്ടതിന് ശേഷം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേം എന്നുള്ളതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ഹെഡിങ് പേജായ app.jsലേക്ക്, അതായത് സെർച്ച് എന്നുള്ള പേജിൽ പോകുമ്പോൾ എന്ത് ഡിസ്പ്ലേ ആണെന്ന്, അതായത് നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെർച്ച് എന്നുള്ള URLിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ URLിൽ പോകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ സെർച്ച് പേജ് എന്നുള്ളതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മെയിൻ പേജായ app.jsൽ പോയതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. താഴെ അല്ലെങ്കിൽ മുകളിൽ എവിടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. റൂട്ട് എന്ന് ചേർത്തു, സെർച്ച്. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോകേണ്ട പേജ് എന്ന് പറയുന്നത് സെർച്ച് പേജ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ആ സെർച്ച് പേജ് എന്നുള്ളത് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുക, സെർച്ച് പേജ് എന്നുള്ളത് വന്നോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അത് ഇവിടെ ഈ പേജ് ഇവിടെ ഇമ്പോർട്ട് ആയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്ത് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും കൊടുത്തത് നമുക്ക് അടുത്ത പേജിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പേജ് റൺ ചെയ്ത് വരുന്നത് വരെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേജ് റണ്ണായി വന്നിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, തൽക്കാലം ഞാനിതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ വന്ന് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സെർച്ച്, ആ ടൈപ്പ് ചെയ്ത വേർഡ് എന്താണോ അത് നമുക്ക് ഈ പേജിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ടോ അതല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് വരുന്ന ആ സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആ ഡീറ്റെയിൽസുമായിട്ട് വിവരങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.